Welcome to Mahimas cooking class. In this video, we will Kunji Pathiri's recipe. Kunji Pathiri, we will beef. So, we will beef ഒരു masala ഉണ്ടാക്കും കൂടാതെ നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഒരു പത്തിരി ഉണ്ടാക്കും അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടാണ് കുഞ്ഞി പത്തിരി ഉണ്ടാക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിടി പോലെ ഉണ്ടാക്കുന്ന ആദ്യം പത്തിരി ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ചൂടാക്കാം വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് In കുറച്ച് ingredients ചതച്ചു ഇതിനകത്തേക്ക് ചേർക്കണം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ചതച്ചെടുക്കാം നമുക്ക് ചതയ്ക്കാനായിട്ട് എടുക്കേണ്ടത് 1/4 കപ്പ് തേങ്ങ തിരുമിയ തേങ്ങ 1/4 കപ്പ് കൂടാതെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ ഇവിടെ ചതച്ചു വെച്ചേക്കുന്നതാണ് ഫുൾ ആയിട്ട് ഇട്ടാലും മതി 1/2 ടീസ്പൂൺ 2 ചുവന്നുള്ളി ഇത്ര എടുത്ത് ഒന്ന് ഒതുക്കി എടുക്കുക ഒത്തിരി അരയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചാച്ചെടുത്താൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം തേങ്ങയുടെ മിക്സ്ചർ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാണ് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ചേർക്കുന്നത് അതുകൂടെ ചേർക്കാം തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതൊരു വലിയൊരു ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു ബേസിനിലേക്കോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടുകയാണ് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ ആ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിയുമ്പോൾ മിക്സ് ചെയ്താലും മതി നന്നായിട്ട് വെള്ളം കയ്യിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത ശേഷം കൈ നന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക നമ്മളങ്ങനെ വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചൂട് ഫീൽ ചെയ്യത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ചൂട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴും ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി ഇതേപോലെ കുഴച്ച് ഇതേപോലെ സിലിണ്ടർ ഷേപ്പിലാക്കി വെച്ചു ഇനി ഓരോന്നും ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം അപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്ത് വേണം ചെയ്യാനായിട്ട് ഇതേപോലെ തള്ളവിരൽ വെച്ചിട്ട് ചെറുതായിട്ട് തമ്പ് വെച്ച് ചെറിയൊരു പ്രസ് കൊടുക്കുക ചെറിയൊരു ഡിപ്പ് കൊടുക്കുക ഇതേപോലെ ഒരു ഡിപ്പ് കൊടുക്കുക ഇതേപോലെ ബാക്കിയെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം ഷേപ്പ് ചെയ്തെടുത്തു ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഒരു 15 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്യാം ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് ആവി വന്ന ശേഷം ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അടുത്തായിട്ട് നമുക്ക് ഇറച്ചിയുടെ മസാല ഉണ്ടാക്കാം കുഞ്ഞി പത്തിരി നമ്മൾ ഇറച്ചി ബീഫ് വെച്ചിട്ടുണ്ടാക്കാം ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം മട്ടൺ വെച്ചിട്ടുണ്ടാക്കാം ഞാൻ ഇന്ന് ചെയ്യുന്നത് ബീഫാണ്
ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഒരു 3-4 ഉലുവയേ ഉള്ളൂ, അതേപോലെ തന്നെ വളരെ കുറച്ച് കടുക്, അത് ആദ്യം ഇടാം. കടുക് ഉലുവയും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു സവോള, മീഡിയം സവോളയാണ്. സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സവോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം. അതിനായിട്ട് ഈ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം മിക്സി ജാറിനെ യൂസ് ചെയ്യുവാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചുമന്നുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഇതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് അരയേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഇതേപോലെ സോഫ്റ്റായി. ഇനി നമുക്ക് ഈ ചതച്ച മിക്സറിനകത്തേക്ക് ചേർക്കാം. പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇതിനൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടെ ഇടാം. ഇതേപോലെ ഒന്ന് 4ആയിട്ട് കീറിയിട്ടേക്കാണ്, സ്ലൈസ് ചെയ്തിട്ടേക്കാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കും. അപ്പോൾ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിനകത്തേക്ക് മസാലകളിടാം. 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇളക്കുക. ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർക്കാം. ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, അത് ചേർക്കാം. ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസിലുള്ള. ഇനി ഇതിലേക്ക് ഇറച്ചി യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 350 ഗ്രാം ബീഫാണ്. ഇച്ചിരി ഫാറ്റോടുകൂടുള്ള പീസാണ് ഇതിന് നല്ലത്. ബീഫ് ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 2-3 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പിടാം. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാം. അപ്പം വേവെന്ന് പറയുന്നത് ഓരോ മീറ്റിൻ്റെ മൂപ്പനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പം ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കും, അതിനുശേഷം തീ കുറച്ച് 5 മിനിറ്റ് വെക്കും ലോ ഫ്ലെയിമിൽ. പിന്നെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ആദ്യം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു വിസിൽ വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ഞാനൊരു 6 മിനിറ്റ് വെച്ചു. ഇത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. നമ്മളിങ്ങനെ വറുക്കുന്ന നമ്മുടെ ഗ്രേവിക്ക് ഒന്നുകൂടെ ഫ്ലേവർ കിട്ടാനായിട്ടാണ്. നല്ലൊരു കൊഴുപ്പും കിട്ടും. ഒരു 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കാം. എണ്ണ ഇല്ലാണ്ടേ നമ്മൾ തേങ്ങ വറക്കും. അപ്പോൾ ഇച്ചിരി കുക്കിംഗ് ഒന്ന് ഫാസ്റ്റർ ആവാനായിട്ടാണ് കുറച്ച് എണ്ണ തേച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ചുമന്നുള്ളി, ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തേങ്ങ ഇടാം. ഇതൊരു 1/4 കപ്പ് നിറച്ച് ഹീപ്ഡായിട്ട് എടുത്തേക്കുന്നത്. എൻ്റെ കുക്കിങ്ങിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂണുമാണ്.
അത് വെച്ചിട്ടാണ് നമ്മളെല്ലാം മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഈ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആവണം, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവം വരെ മൂത്താൽ മതി. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, അത് ഈ ചൂടും കൊണ്ടങ്ങ് നന്നായിട്ട് റോസ്റ്റഡ് ആയിക്കോളും. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര സാധനം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കൂളായ ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ വറുത്ത മിക്സ്ചർ നമ്മൾ കൂളാവാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇനി ഇത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്കിനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചിയിലേക്ക് ചേർക്കണം. എപ്പോഴും ഇറച്ചിയുടെ കുക്കിംഗ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പനുസരിച്ച് ചെക്ക് ചെയ്യുക. മൂപ്പനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് കൂടുതൽ വേണമെങ്കിൽ നന്നായിട്ട് വേവുന്ന വരെ ഇറച്ചി വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ച മിക്സ്ചറിനകത്തേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ബാക്കിയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഉപ്പ് ആവശ്യത്തിനിടാം. ഒരു പൊടിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തു. അതേപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയിലയും ചേർക്കാം. വീണ്ടും ഇത് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഒരു കണക്ക്. നമുക്ക് പിന്നെ ആ ഗ്രേവി കുറേ പറ്റുകയും വേണം, എണ്ണ തെളിഞ്ഞ് വരണം. 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചേക്കായിരുന്നു. ശരിക്കും ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു, ഗ്രേവി തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാനായിട്ടുണ്ട്. കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് ചേർക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അതേപോലെ ഒരു നുള്ള് ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന പത്തിരി ചേർക്കാം. ചൂടൊക്കെ പോയിരിക്കുകയാണ്. ഇത് കട്ട കെട്ടിയാൽ, അധികം കട്ടയില്ല, നല്ല പരുവത്തിന് എടുത്ത് തന്നെ വലിയ കട്ട കെട്ടത്തില്ല. കട്ട കെട്ടിയാൽ തന്നെ ഇങ്ങനെ ഇളക്കിയാൽ മതി, അതങ്ങ് വിട്ട് വരും. ഇതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയെല്ലാം നമ്മുടെ പിടിയിൽ അല്ലെങ്കിൽ പത്തിരിയിൽ കോട്ടഡ് ആവണം. പത്തിരി ഇട്ട ശേഷം 1-2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തു. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുകയാണ്, ഒരു കളറിനും ലാസ്റ്റ് ഒരു ഫ്രഷ്നെസ്സിനും കൂടിയിട്ട്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നോർത്ത് കേരള സ്റ്റൈലുള്ള കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. നമ്മുടെ പിടിയും കോഴിയൊക്കെ പോലെ നോർത്ത് കേരളയുടെ ഒരു വേർഷനാണ് ഈ ഒരു ഡിഷ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ഡിഷാണ്. ഒരു 1 പോട്ട് മീലായിട്ടൊക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.